ഒരുപാട് നാൾ പരസ്പരം സ്നേഹിച്ചിട്ട് ഒരു ദിവസം ഒന്നും പറയാതെ അങ്ങ് പോവുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി നാളത്തെ സ്നേഹമാണ്, ഒരുപാട് നാൾ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹിച്ചിട്ട് ഒരു ദിവസം ഒന്നും പറയുന്നില്ല. എന്താണ് പിരിയുന്നതിൻ്റെ കാരണമെന്നോ അല്ലെങ്കിൽ എന്തിനാണ് പോകുന്നതെന്നോ ഒന്നും പറയാതെ അങ്ങ് പോവുക. ഫോൺ വിളിയില്ല, ഒന്നുമില്ല, എവിടെയാണെന്നറിയില്ല. പിന്നീട് ഒരു ദിവസം അറിയും വേറൊരു വിവാഹം കഴിച്ചതെന്ന്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? ഒത്തിരി സ്നേഹിച്ചിട്ട് ഒന്നും പറയാതെ പോകുന്ന ആണുങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര സ്നേഹം. അവൾക്ക് അവൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഭയങ്കരമായ ഒരു ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ് പറയുന്നത്. അത്രയ്ക്കും എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. ജീവിച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കത്തുള്ളൂ. 5-6 വർഷത്തെ പ്രണയം. അവസാനം ഒടുവിൽ അവളോടൊരു വാക്ക് പോലും പറയാതെ, അവനെ കാണാൻ പറ്റുന്നില്ല, അവളെ കാണാൻ വരുന്നില്ല, എവിടെയാണെന്നറിയത്തില്ല, വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് യാതൊരു വിവരവും ഇല്ല, വീട്ടുകാർക്കൊന്നും അറിയില്ല. പക്ഷേ പിന്നെ നോക്കുമ്പം പിന്നെ ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു അവൻ വേറെ കല്യാണം കഴിച്ചെന്ന്. അതായത് നല്ലൊരു കാശുള്ള വീട്ടിലെ പെണ്ണ്. ഇവൾക്കധികം പൈസയും ഒന്നും ഇല്ലാത്തൊരു പെണ്ണാണ്, പക്ഷെ നല്ലൊരു മനസ്സുള്ള ഒരു പെണ്ണായിരുന്നു. എന്തോരം വേദനയായിരിക്കും അല്ലേ. അവൾ ആത്മഹത്യ ചെയ്യാൻ വരെ തീരുമാനിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനായിട്ട് അവൾ ശ്രമിച്ചു, പക്ഷേ ഭാഗ്യം കൊണ്ട് അവൾ രക്ഷപ്പെട്ടു. പക്ഷേ ഒരിക്കലും അങ്ങനെ ആത്മഹത്യയുടെ ഒരു ശ്രമം നമ്മൾ നടത്തരുത്. നമ്മളെ ഒരാൾ വഞ്ചിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരുടെ മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിക്കണം, തൻ്റെ ഇടത്തോടെ ഒന്ന് ജീവിച്ച് കാണിക്കണം. എത്ര വേദനയായതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ഒരു കാര്യത്തിന് ഒരുങ്ങിയതല്ലേ. അതുപോലെ ഇഷ്ടമായിരുന്നു. അവനോ ഈ ഒരു ഇഷ്ടവും സ്നേഹവും ഒന്നും ഒരു കാര്യം പോലും ഓർക്കാതെ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. കാശിൻ്റെ പേരിൽ, പണം ഉണ്ടെന്നുള്ള പേരിൽ. പിന്നെ എന്തിനാണ് സ്നേഹിക്കുന്നതല്ലേ? പരസ്പരം സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ. അല്ല, ഒരാൾ ഇട്ടേച്ച് പോകുമ്പോഴത്തേനും, ഒന്നും പറയാതെ പോകുമ്പോഴത്തേനുമുള്ള ആ ഒരു വേദന എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ. കുറേ ആത്മഹത്യകൾ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഒരു പത്രത്തിൽ വായിച്ച ഒരു കാര്യം ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു. കാശിൻ്റെ പേരിൽ ഒരുപാട് നാൾ സ്നേഹിച്ച്, വർഷങ്ങളായിട്ട് സ്നേഹിച്ചിട്ട് സ്ത്രീധനം വൻതുക ആവശ്യപ്പെട്ടപ്പോഴത്തേനും അവൾക്ക് സഹിക്കാൻ വയ്യാതെ ആ ഒരു ഡോക്ടറായിരുന്നു അവൾ. ആ കുട്ടി ആത്മഹത്യ ചെയ്ത്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. അവളോടൊരു ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ, ഒന്ന് തിരുത്താനുണ്ടായിരുന്നെങ്കിൽ, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നീ നല്ല ബോൾഡായിട്ടിരിക്കണം, അവനിങ്ങനെ ചതിച്ചെങ്കിൽ നീ അതിൻ്റെ മറുപടി കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നല്ലതായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നാരെങ്കിലും ഒക്കെ ആ കുട്ടിയോട് പറയാനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യില്ലായിരുന്നല്ലേ. ആരും പറയാനില്ലാത്തത് കൊണ്ടായിരിക്കാം പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ ആ കുട്ടി അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. തിരിച്ചുകൊണ്ട് കേട്ടോ, തിരിച്ചുകൊണ്ട് ആണുങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് പെണ്ണുങ്ങൾ ഇതുപോലെ ചതിച്ചിട്ട് പോകുന്നുണ്ട്. 2 പേരുടെ ഇടയിലും ഉണ്ട്. ഒരാളുടെ ഇടയിൽ മാത്രമല്ല, സ്ത്രീയിൽ മാത്രമല്ല, പുരുഷനിൽ മാത്രമല്ല, 2 പേരുടെ ഇടയിലും ഉണ്ട് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളല്ലേ. ശരിക്കും ഇവരൊക്കെ എന്തിനാണ് സ്നേഹിക്കുന്നത്? സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും അറിയത്തില്ല പെണ്ണിൻ്റെ മനസ്സിലെന്താണെന്നും ആണിൻ്റെ മനസ്സിലെന്താണെന്നും. അവർ കുറേ നാൾ കഴിഞ്ഞിട്ട് തേച്ചിട്ട് പോവോ എന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലേ. ആർക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ പ്രേമവും സ്നേഹവും എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. എത്ര നാളുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് കുറേ നാളെ ജീവിതത്തിലേക്ക് വരുമോ എന്നറിയാൻ പറ്റത്തില്ല. ജീവിക്കുമോ, 2 പേരും പരസ്പരം ജീവിക്കുമോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 1-2 മാസങ്ങൾക്ക് ശേഷം കേൾക്കാം ഡിവോഴ്സ് ആയെന്ന്. 2 പേർക്കും പൊരുത്തപ്പെടാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ. ഈ സ്നേഹത്തിൻ്റെ വില ആർക്കും മനസ്സിലാവത്തില്ല.
ചങ്ക് പറിച്ച സ്നേഹിച്ച് കാണിച്ചാലും മനസ്സിലാക്കാത്ത ഒരുപാട് പേരുണ്ടല്ലേ. പിന്നെ തിരിച്ചടി കിട്ടുമ്പോഴായിരിക്കും അവരത് മനസ്സിലാക്കുന്നത്. അയ്യോ, ഞാൻ ചെയ്തത്, അല്ലെ ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും എന്നെ മനസ്സിലാക്കാതെ പോയല്ലോ എന്ന് പരസ്പരം ആണായാലും പെണ്ണായാലും മനസ്സിലാക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതം ഒന്നേ ഉള്ളൂ. നിങ്ങൾ പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ആണ് കല്യാണം കഴിച്ചതെങ്കിൽ നിങ്ങൾ അത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ ഒരിക്കലും നമ്മളൊന്നും അടുത്ത ഇതിലോട്ട് പോകാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷം കൊച്ചുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഒരു പിരിച്ചിലായിരിക്കും. കാരണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർ പിള്ളേരുണ്ടാകാൻ അനുവദിക്കരുത്. ആ കുഞ്ഞുങ്ങളോട് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്ത പാപിയാണല്ലേ. പിന്നെ അപ്പൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ എന്നുള്ളൊരു പ്രശ്നത്തിലേക്കാണ് അത് പോകുന്നത്. അവിടെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുക. ജീവിതം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെയായിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകത്തുള്ളൂ. അവിടെ ഇണക്കങ്ങൾ കാണും, പിണക്കങ്ങൾ കാണും, എല്ലാം കാണും. അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. പല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു തരത്തിലും നമുക്കത് പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കാവുള്ളൂ. നമ്മൾ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു കാര്യം ഉറച്ച തീരുമാനത്തിന് മുമ്പോട്ട് പോകാൻ നോക്കുമ്പോൾ പല ആൾക്കാരും നമ്മളോട് തടസ്സം നിൽക്കും. അത് ശരിയാവത്തില്ല, നീ എന്ത് ചെയ്താൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ 4 ചുറ്റും ആൾക്കാർ വന്ന് നമ്മളോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ ഒരു തീരുമാനത്തിലെത്താൻ നോക്കിയാൽ ഒരിക്കലും നടക്കത്തില്ല. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുക. നല്ലതാണെങ്കിൽ മാത്രം നമ്മളത് കേൾക്കുക, അല്ലാത്തതാണെങ്കിൽ നമ്മളത് മുഴുവൻ തള്ളിക്കളയുക. എല്ലാം കൂടെ കേട്ട് നമ്മുടെ തലയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് നമുക്ക് ജീവിതത്തിൽ കിട്ടത്തില്ല. ഒരുപാട് സ്ത്രീകളുണ്ട് വീട്ടിലിങ്ങനെ എന്താ പറയുക, എല്ലാം സഹിച്ച് മിണ്ടാതെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്തെങ്കിലും ബിസിനസ്സിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലോ എൻഗേജ്ഡ് ആകുക. ഇപ്പം എന്തെല്ലാം സംരംഭങ്ങളുണ്ട് സ്ത്രീകൾക്ക്. ഗാർഡൻ വേണേൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി വിൽപ്പന ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ ബിസിനസ്സുകളായിട്ട് ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അതിലായിട്ട് എന്തെങ്കിലും എൻഗേജ്ഡ് ആക്കുക. അപ്പോൾ നമുക്ക് വരുമാനം കിട്ടും. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് മറ്റുള്ളവരോട് എനിക്ക് ഇന്നതിന് കാശ് താന്ന് ചോദിക്കാതെ നമുക്ക് സ്വന്തം അധ്വാനത്തിന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, മാഗ്നേസ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഗ്രൂപ്പാണ്. അതിൽ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ ചേർന്നിട്ടുണ്ട്. അവർക്ക് ഒരു എന്താ പറയുക ഇൻകം കിട്ടുന്നുണ്ട്. വലിയ പാടും ബുദ്ധിമുട്ടും നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്ന നല്ലൊരു പ്രൊജക്റ്റ് വർക്കാണത്. അതിൽ ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഒരുപാട് വീട്ടമ്മമാർ ഇതുപോലെ കഷ്ടപ്പെട്ട് എല്ലാം സഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്കുള്ള ഒരുപാട് ചാൻസസ് ഉണ്ടാകുന്നില്ല. നമ്മുടെ കുഞ്ഞിൻ്റെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കാനോ നമുക്ക് എന്തെങ്കിലും വസ്ത്രങ്ങൾ വാങ്ങിക്കാനോ ഭർത്താവിനോട് കൈനീട്ടി തരത്തില്ല എന്നുള്ളൊരു വാക്ക്, എനിക്ക് പറ്റത്തില്ല എന്നൊരു വാക്ക് കേൾക്കുന്നതിലും ഭേദം നമുക്ക് തന്നെത്താനെ അത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. നമുക്കെന്തായാലും ജീവിക്കണമല്ലോ. ആരുടെയും കാല് പിടിക്കാതെ ജീവിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തുള്ള ചെറിയ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങിയാൽ നല്ലതായിരിക്കും. ഇതിൽ യാതൊരു മുതൽ മുടക്കും ഇല്ല. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനും അതിലെ ഒരു അംഗമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ചേരാം. ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് സമയവും പോവും. മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ മനസ്സിലെ ടെൻഷൻ മാറും. അവിടെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ ഒരുപാട് മാറിക്കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. നമുക്ക് എപ്പോഴാണ് നമ്മുടെ ജീവിതം തീരുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഈ ലോകം സുന്ദരമാണ്. ഇവിടെ നമ്മൾ സുന്ദരമായിട്ട് തന്നെ ജീവിച്ച് മരിക്കണം. കഷ്ടപ്പെട്ട് ഇറുകി പിടിച്ച് മനസ്സും വിഷമിച്ച് ഞെരിഞ്ഞിരിക്കേണ്ട ആവശ്യമേ നമുക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.